ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജിയോ മെന്റർ. എന്റെ പേര് സൂരജ്. അപ്പൊ നമ്മുടെ മാപ്പിംഗ് സീരീസിന്റെ 10ാമത്തെ സ്റ്റേറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ചെറിയൊരു സ്റ്റേറ്റ് ആണ്, അതായത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സ്റ്റേറ്റ് ആണ്, അതായത് ഗോവയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതുവരെ മാപ്പിംഗ് സീരീസ് കാണാത്തവര് ആദ്യം മുതലേ തന്നെ കാണാം, ഓരോ സ്റ്റേറ്റുകളായിട്ട് പഠിക്കുക. ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുക, കേരള PSCക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സീരീസ് ആണിത്. അതായത് നിങ്ങൾ വൺ ബൈ വൺ ആയിട്ട് ഓരോ സ്റ്റേറ്റുകളായിട്ട് പഠിക്കുക. ഹിമാചൽ പ്രദേശ് തൊട്ട് നമ്മൾ 28 സ്റ്റേറ്റുകളും കവർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു മാപ്പിംഗ് സീരീസ് തുടങ്ങിയത്. ഇതിൽ നമ്മൾ കേരള PSC മുമ്പ് ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ തരത്തിലുള്ള മോക്ക് ക്വസ്റ്റ്യൻസുകളും PYQസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇത് ലാസ്റ്റ് വരെ ഇരുന്ന് കാണുക. ഓക്കെ, അപ്പൊ ഗോവയിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യയുടെ 10ാമത്തെ സ്റ്റേറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഗോവ, ഗോവ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് അല്ലെ. ഗോവയിലും നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ അതിർത്തികളും തലസ്ഥാന നഗരങ്ങളും നദികളും തടാകങ്ങളും പർവ്വതങ്ങളും സംരക്ഷിത വനം എന്ന് വെച്ചാൽ ദേശീയോദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളൊക്കെയാണ്. പിന്നീട് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ചുരങ്ങളോ തുറമുഖങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും വിമാനത്താവളങ്ങളോ കലാരൂപങ്ങളോ നിങ്ങളൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നു, ആഘോഷങ്ങളോ കലാരൂപങ്ങളോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ഈ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് കേരള PSC ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇതുപോലുള്ള കമന്റ്സുകൾ, അതായത് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ഇതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അതുകൂടി പറയാവുന്നതാണ്. കമന്റ് ബോക്സ് മാക്സിമം നിങ്ങൾ കാര്യങ്ങൾ ഉൾപ്പെടുത്തുക. എല്ലാ തരത്തിലുള്ള സജഷൻസും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ഓക്കെ, ഇതല്ലാതെ എനിക്കൊരു ടെലഗ്രാം ചാനൽ ഉണ്ട്. ഇതുവരെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. ടെലഗ്രാമിൽ ജിയോ മെന്റർ എന്നാണ് ഈ ഒരു ചാനലിന്റെ പേര്. അപ്പോൾ ടെലഗ്രാം സെർച്ച് ചെയ്യുക, ജിയോ മെന്റർ, നിങ്ങൾക്ക് ഈ ചാനൽ ലഭിക്കുന്നതാണ്. ഓക്കെ, അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുക്കാം. സോ ഇപ്പൊ നമ്മൾ ഗോവയിലേക്ക് പോവാണേ. ഗോവയിലേക്ക് പോകുന്നതായിട്ട് മുന്നായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു ചോദിച്ച ഒരു അല്ലെങ്കിൽ പറഞ്ഞ ഒരു സജഷൻ എന്ന് പറയുന്നത്, ഓരോ സംസ്ഥാനം പറയുമ്പോഴും ആദ്യം തന്നെ അത് രൂപീകരിച്ച ഇയർ, വർഷം കൂടി പറയുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു എന്നാണ്. ഗോവയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിർബന്ധമായിട്ടും നമുക്ക് ഇത് രൂപീകരിച്ച വർഷം പറഞ്ഞേ മതിയാകുള്ളൂ. അപ്പൊ ഇത് രൂപീകരിച്ചത് വളരെ ലേറ്റ് ആയിട്ടാണ്. ഇന്ത്യയിൽ വളരെ ലേറ്റ് ആയിട്ട് 1987 മെയ് 30-ാണ് ഇത് ഒരു പുതിയൊരു സംസ്ഥാനമായിട്ട് അംഗീകരിച്ചത്. ഗോവ ഇതിനു മുമ്പ് അതായത് 1987 മെയ് 30-ന് മുമ്പ് ഗോവ ഒരു യൂണിയൻ ടെറിട്ടറി ആയിരുന്നു. ഗോവയും ദിയുവും ദാമനും ഒക്കെ ഒരു യൂണിയൻ ടെറിട്ടറിയുടെ ഭാഗമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. 1987-ലാണ് ഇതൊരു പുതിയൊരു സംസ്ഥാനമായിട്ട് ഇന്ത്യ അംഗീകരിക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രം ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറയാം. ഇതിൽ ഒരുപാട് PYQ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കേരള PSC ആയിട്ടുള്ള ഉണ്ട്. അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് പറയാം. സോ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് വളരെ ലേറ്റ് ആയിട്ട് യൂറോപ്യൻ ഭരണശക്തിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ഒരു സംസ്ഥാനമാണ്. അതായത് ബ്രിട്ടീഷുകാര് ഇന്ത്യ വിട്ടു പോയിട്ടും ഗോവയിൽ ഉണ്ടായിരുന്ന പോർച്ചുഗീസുകാർ വളരെ ലേറ്റ് ആയിട്ടാണ് ഇന്ത്യ വിട്ടു പോയത്. അപ്പൊ ഗോവ ഈ പോർച്ചുഗീസുകാർ വിടുന്നത് 1961-ലാണ്. 61-ലാണ് പോർച്ചുഗീസുകാർ ഇന്ത്യ വിട്ട് പോകുന്നത്. അതായത് ആദ്യം ഇന്ത്യയിലേക്ക് വന്നത് പറങ്കികൾ അഥവാ പോർച്ചുഗീസുകാരാണ്. അവസാനം ഇന്ത്യ വിട്ടു പോകുന്ന യൂറോപ്യൻ ശക്തി എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. ബ്രിട്ടീഷുകാർ പോയിട്ട് വളരെ ലേറ്റ് ആയിട്ടാണ് ഗോവ വിട്ട് പോർച്ചുഗീസുകാർ പോകുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രം എന്താണെന്ന് വെച്ചാൽ, 1961, അതായത് ഇന്ത്യ മൊത്തം സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ചില ഭാഗങ്ങൾ, ഹൈദരാബാദ്, അതുപോലെ ജുനഗഡ്, അതുപോലെ ഗോവ പോലുള്ള സ്ഥലങ്ങൾ ഇപ്പോഴും യൂറോപ്യൻ ഭരണശക്തിയായിട്ടുള്ള പോർച്ചുഗീസിന്റെ ഒക്കെ കയ്യിലായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും പോർച്ചുഗീസിൽ നിന്ന് ഈ ഒരു സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഇന്ത്യൻ ആർമിയെ നമ്മുടെ അന്നത്തെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള VK കൃഷ്ണമേനോൻ അദ്ദേഹം അയക്കുകയായിരുന്നു. അപ്പൊ ഈ ആർമിയെ ഇങ്ങ് ഗോവയിലേക്ക് അയച്ച ഈ ഒരു ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ വിജയ്, അല്ലെ? ഓപ്പറേഷൻ വിജയ് പേര് പറയുന്നത് പോലെ തന്നെ ആ ഓപ്പറേഷൻ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ഓപ്പറേഷൻ വിജയ് കൊണ്ടുവന്നതിന്റെ ഭാഗമായിട്ട് ഗോവ ഈ ഒരു ആർമി ആക്ഷനിലൂടെ പിടിച്ചെടുക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനെ VK കൃഷ്ണമേനോൻ അദ്ദേഹം വിളിച്ചത് പോലീസ് ആക്ഷൻ എന്നാണ് അദ്ദേഹം ഈ ഒരു ആക്ഷനെ വിളിച്ചിരുന്നത്. അപ്പൊ ഓപ്പറേഷൻ വിജയിലൂടെയാണ് നമ്മൾ ഈ ഒരു ഗോവയെ, ഈ VK കൃഷ്ണമോഹൻ, നമ്മളെ അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന അദ്ദേഹം ഗോവയെ യൂറോപ്യൻ ശക്തിയായിട്ടുള്ള പോർച്ചുഗീസിൽ നിന്ന്
വേർപെടുത്തുന്നത്. ഈ കാര്യം മറക്കരുത്. ഇനി ഈ ഓപ്പറേഷൻ വിജയ് നടക്കുന്നത് 1961 ഈ രീതിയിൽ നിങ്ങൾക്ക് കേരള PSC ക്വസ്റ്റ്യൻ വരാം. ഇനി അതിനുശേഷം റെഫറൻഡം വെച്ചു. അതായത് ഈ പറഞ്ഞ 1961 പോർച്ചുഗീസുകാർ ഓടിച്ചു വിട്ടതോടുകൂടി നമുക്കൊരു റഫറൻഡം നമുക്ക് ഗോവയിൽ ഇന്ത്യ ഗവൺമെന്റ് വെക്കുന്നതായിട്ട് കാണാൻ പറ്റും. അവിടുത്തെ നാട്ടുകാർ ഇതൊരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് തുടരാനായിട്ട്, ഇതൊരു കേന്ദ്ര ഭരണ പ്രദേശമായിട്ട് തുടരാനായിട്ട് അതിന് ഈ റഫറൻഡത്തിലൂടെ അംഗീകാരം കൊടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇതൊരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് അതിനു മുമ്പ് 1961 ശേഷം ഒരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് മാറുകയാണ് ഉണ്ടായിരുന്നത്. 1961 തൊട്ട് 1987 ഇത് ഈ സ്വാതന്ത്ര്യം ഇതൊരു പുതിയ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുന്നത് വരെ ഇതൊരു യൂണിയൻ ടെറിട്ടറി ആയിട്ട് തുടരുകയാണ് ചെയ്തത്. അപ്പോ ഇതാണ് അവിടെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ചരിത്രം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ യൂണിയൻ ടെറിട്ടറിയിൽ നിന്ന് ഒരു സ്റ്റേറ്റ് ആക്കി മാറ്റിയത് ഈ ഒരു റഫറൻഡത്തിലൂടെയാണ്. റഫറൻഡം കഴിഞ്ഞ് യൂണിയൻ ടെറിട്ടറി ആക്കിയതിനു ശേഷം 1987 ഈ സംസ്ഥാനം രൂപം കൊണ്ടത് മെയ് 30. അപ്പൊ ഗോവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയൊരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് ഇതിന്റെ പ്രത്യേകതകളിലേക്ക് പോകാം. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഇത് ആ മാപ്പില് ഗോവ എടുത്ത് നോക്കുവാണെങ്കിൽ, ഈ ഗോവ നോക്കുവാണെങ്കിൽ ഗോവ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ്. നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് ഗോവ. ഏതൊക്കെ സംസ്ഥാനങ്ങളുമായിട്ടാണ് ഇതിന് അതിർത്തിയുള്ളത്? തീർച്ചയായും നമുക്ക് മാപ്പിൽ തന്നെ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതിന് മുമ്പായിട്ട് അതിർത്തി നോക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, തീർച്ചയായും ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് ഗോവ, അല്ലെ? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം, ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും ഗോവയുമായി ബന്ധപ്പെട്ട്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും കുറവ് കടൽ തീരമുള്ള സംസ്ഥാനമാണ് നമ്മുടെ ഗോവ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കുറവ് കടൽ തീരമുള്ള പ്രദേശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംസ്ഥാനം എന്ന് പറയുന്നത് ഗോവയാണ്. ഈ പോയിന്റും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി ഞാനിതാ നിങ്ങൾ മാപ്പിൽ ഞാൻ കാണിച്ചു തരുവാണ്. ഈ ഒരു സ്ഥലത്തെ എന്ന് വെച്ചാൽ ഗോവയുടെ തീരപ്രദേശത്തിന് ഒരു പേരുണ്ട്. ഗോവ തീരപ്രദേശത്തിനെ വിളിക്കുന്ന പേര് കൊങ്കൺ എന്നാണ്. നമ്മുടെ ഗോവയും മഹാരാഷ്ട്ര തീരത്തെയൊക്കെ വിളിക്കുന്നത് കൊങ്കൺ എന്നാണ്. മഹാരാഷ്ട്ര തൊട്ട് ഇങ്ങ് മംഗലാപുരം വരെയുള്ള ഭാഗം, പ്രത്യേകിച്ച് ഗോകർണം വരെയുള്ള ഭാഗത്തെ നമ്മൾ കൊങ്കൺ തീരപ്രദേശം എന്നാണ് പൊതുവെ വിളിക്കാറ്. ഇവിടെ താമസിക്കുന്നവര് കൊങ്കിണികൾ, ഇവരുടെ പ്രധാനപ്പെട്ട ഔദ്യോഗിക ഭാഷ കൊങ്കിണിയുമാണ്. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗോവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കടൽ തീരത്തെ വിളിക്കുന്ന പേരെന്താ? കൊങ്കൺ, അല്ലെ? ഇതിലൂടെ പോകുന്ന റെയിൽപാതയെയും കൊങ്കൺ റെയിൽപാത എന്നാണ് വിളിക്കുന്നത്, അല്ലെ? കൊങ്കൺ റെയിൽപാത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ഈ ശ്രീധരൻ അദ്ദേഹം രൂപകൽപ്പന ചെയ്ത കൊങ്കൺ റെയിൽവേ. ഈ കൊങ്കൺ റെയിൽവേ കടന്നു പോകുന്നത് ഗോവ, മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെയാണ്. അപ്പൊ ഗോവയിലൊക്കെ പോകുമ്പോൾ നമ്മൾ നേത്രാവതി എക്സ്പ്രസിലൊക്കെ പോകുമ്പോൾ കൊങ്കൺ റെയിൽവേ വഴിയാണ് പോകുന്നത്. ഈ കൊങ്കൺ റെയിൽവേ എവിടെ തൊട്ട് എവിടെ വരിക? മംഗലാപുരം തൊട്ട്, മാംഗ്ലൂര് തൊട്ട് മഹാരാഷ്ട്രയിലെ റോഹ വരെയുള്ള ഈ ഒരു റെയിൽപാതയാണ് കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ പറഞ്ഞു പോകുകയാണ്, അല്ലെ? അപ്പൊ തിരിച്ചു വരികയാണ്. ഇനി ഗോവ അറിയപ്പെടുന്ന ഒരു പേരുണ്ട്. ഗോവ പൊതുവെ നമ്മുടെ ഇന്ത്യൻ ജോഗ്രഫിയിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ പൊതുവെ അറിയപ്പെടുന്നത് നമ്മുടെ കിഴക്കിന്റെ മുത്ത് എന്നാണ്. ഇത് അറിയപ്പെടുന്നത്. അതായത് ബ്രിട്ടീഷുകാരാണ് ഇതിനെ ഇങ്ങനെ വിളിച്ചത് കിഴക്കിന്റെ മുത്ത് എന്ന്. അതായത് പോർച്ചുഗീസുകാരാണ് ഇതിനെ കിഴക്കിന്റെ മുത്ത്, ഇന്ത്യയുടെ കിഴക്കല്ല ഉദ്ദേശിക്കുന്നത്, അവരുടെ യൂറോപ്യൻസിന്റെ കിഴക്കിന്റെ മുത്തായിട്ടാണ് നമ്മൾ പൊതുവെ ഇതിനെ വിളിക്കുന്നത്. കിഴക്കിന്റെ മുത്ത് എന്ന് വിളിക്കും, അല്ലെങ്കിൽ കിഴക്കിന്റെ പറുദീസ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഇപ്പോ പോർച്ചുഗീസുകാരാണ് ഇങ്ങനെ ഇതിനെ വിളിച്ചത്. ഓക്കെ. ഇനി അടുത്തത്, പ്രാചീന കാലത്ത് ഗോമന്തകം എന്നാണ് ഈ ഒരു സ്ഥലം അറിയപ്പെട്ടിരുന്നത്. പ്രാചീന കാലത്ത് ഈ സ്ഥലം അറിയപ്പെട്ടിരുന്ന പേര് ഗോമന്തകം എന്നാണ്. അങ്ങനെയാണ് ഗോവ എന്നുള്ള പേരൊക്കെ ഇതിന് വന്നത്. ഇതും എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. ഇതല്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിശേഷണം എന്ന് പറയുന്നത് സഞ്ചാരികളുടെ പറുദീസ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നമുക്കറിയാം ഗോവ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് ഗോവ എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യവസായം എന്ന് പറയുന്നതും ടൂറിസം തന്നെയാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യവസായം എന്ന ടൂറിസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട
വ്യവസായം എന്ന് പറയുന്നത് ടൂറിസം. ഓക്കെ, ടൂറിസമാണ്. ഈ കാര്യവും മറക്കരുത്. ഇനി നമുക്ക് ഗോവയുടെ നമ്മൾ എപ്പോഴും പഠിക്കുന്ന പ്രത്യേകതകളിലേക്ക് പോകാം. അതായത് ആദ്യം നമ്മൾ എന്ത് പഠിക്കും? അതിർത്തികൾ പഠിക്കും. ദേ നോക്കിയേ, അതിർത്തി നോക്കിയേ. ഗോവയ്ക്ക് ഒരു ഭാഗത്ത്, വടക്ക് ഭാഗത്ത് ആരുമായിട്ടാണ് അതിർത്തി? മഹാരാഷ്ട്രയുമായിട്ടാണ് വടക്ക് ഭാഗത്ത് അതിർത്തി. ഇനി ഇതിന്റെ കിഴക്ക് ഭാഗത്ത് എന്ന് പറയുമ്പോൾ കർണാടകയുമായിട്ടാണ് അതിർത്തി. കർണാടകയിൽ നിന്നൊക്കെ കുറെ നദികൾ ഗോവയിലേക്ക് പതിക്കുന്നതായിട്ട്, ഗോവയിലേക്ക് കടന്നു ചെല്ലുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോ മഹാരാഷ്ട്രയും കർണാടകയുമാണ് ഇതിന്റെ അതിർത്തിയിലുള്ള രണ്ട് സംസ്ഥാനങ്ങൾ. അതായത് വടക്ക് ഭാഗത്ത് മഹാരാഷ്ട്രയും ഇനി കിഴക്ക് തെക്ക് ഭാഗത്തായിട്ട് കർണാടകയാണ് ഇതിന്റെ അതിർത്തി. രണ്ട് സംസ്ഥാനങ്ങളുമായിട്ട് മാത്രമേ ഇതിന് അതിർത്തിയുള്ളൂ. അപ്പൊ അതിർത്തിയും നമ്മൾ പഠിച്ചു. അതിർത്തി ആരൊക്കെയായിട്ടാണ്? യെസ്, കർണാടകയായിട്ട് നമുക്ക് അതിർത്തി കാണാൻ പറ്റും. ഇനി മറ്റൊന്ന് മഹാരാഷ്ട്രയായിട്ടാണ് അതിർത്തി, അല്ലെ? മഹാരാഷ്ട്രയായിട്ടാണ് മറ്റൊരു അതിർത്തി എന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. മറ്റൊരു സൈഡ് എന്താ? ഇതിന്റെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, അറബിക്കടലാണ്. അതുകൊണ്ടാണ് ഇതിന് തീരപ്രദേശമുള്ളത്. ഏറ്റവും കുറവ് തീരപ്രദേശമുള്ള സംസ്ഥാനമായി മാറിയത് കൊങ്കൺ തീരം എന്നാണ് ഈ തീരത്തിനെ വിളിക്കുന്ന പേര്. ഇനി നമുക്ക് നേരെ തലസ്ഥാനമോ ഏതെങ്കിലും തരത്തിലുള്ള നഗരങ്ങളോ ഗോവയിൽ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഇതിന്റെ തലസ്ഥാനമാണ്. ഗോവയുടെ തലസ്ഥാനം എന്ന് പറയുമ്പോൾ ഏതാണ്? യെസ്, ഈ കാണുന്നതാണ് ഗോവയുടെ തലസ്ഥാനം എന്ന് പറയുന്നത്. പൻജിം അഥവാ പനജി എന്നാണ് നമ്മളിപ്പോ വിളിക്കുന്ന പേര്. പനാജി, അല്ലെ? പനാജിയാണ് നമ്മുടെ ഗോവയുടെ തലസ്ഥാനം എന്ന് പറയുന്നത്. പനാജി, പനാജി. ഇതിനെ പൻജിം എന്നൊക്കെ പഴയ കാലങ്ങളിൽ വിളിച്ചിരുന്നു. പൻജിം, പൻജിം എന്ന് വെച്ച് കഴിഞ്ഞാൽ പനാജി എന്നാണ് അർത്ഥം. അതായത് വെള്ളപ്പൊക്കമില്ലാത്ത നാട്, വെള്ളം കയറാത്ത നാട് എന്നാണ് ഈ പനാജിയുടെ അർത്ഥം. പനാജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ വൺ ബൈ വൺ ആയിട്ട് പോകാം. ഒന്നാമത്തത് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ വെള്ളപ്പൊക്കമില്ലാത്ത വെള്ളപ്പൊക്കമില്ലാത്ത നാട് എന്നാണ് ഈ ഒരു പനാജി എന്ന വാക്കിന്റെ അർത്ഥം. വെള്ളപ്പൊക്കമില്ലാത്ത നാട്, പനാജി. ഓക്കെ, സോ ഇങ്ങനെ ആണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ സ്കൂൾ തുടങ്ങിയതും നമ്മുടെ പനാജിയിലാണ്. അപ്പോ ഗോവയുടെ തലസ്ഥാന നഗരമാണിത്. രണ്ടാമത്തത് വെള്ളപ്പൊക്കമില്ലാത്ത നാട് എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. മൂന്നാമത്തെ കാര്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് മെഡിക്കൽ സ്കൂൾ സ്ഥാപിതമായത് പനാജിയിലാണ്. പനാജിയിലാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പനാജിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ഇനി നമ്മൾ പോകുന്നത് അടുത്ത സിറ്റി എന്ന് പറയുന്നത് തീർച്ചയായും വാസ്കോഡ ഗാമയാണ്. വാസ്കോഡ ഗാമ. വാസ്കോഡ ഗാമ നമുക്കറിയാം, പോർച്ചുഗീസുകാരനായിട്ട് ഇന്ത്യയിൽ ആദ്യം കാലുകുത്തിയ യൂറോപ്യൻ. കാപ്പാട് കുത്തിയതിനു ശേഷം പിന്നീട് വന്നപ്പോ കോഴിക്കോട് ഇറങ്ങാൻ പറ്റില്ല എന്ന് പുള്ളിക്ക് മനസ്സിലായി. പുള്ളി നേരെ എങ്ങോട്ടാ വിട്ടത്? ഗോവയിലേക്കാണ് വിട്ടത്. അങ്ങനെ ഗോവയിലാണ് ഈ സാമ്രാജ്യമൊക്കെ പണിയുന്നത് പോർച്ചുഗീസുകാര്. അപ്പൊ ഈ ഗോവയിലെ ഏറ്റവും വലിയ നഗരം പണിതതും നമ്മൾ പോർച്ചുഗീസുകാരാണ്. ആ പോർച്ചുഗീസുകാര് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഈ നഗരത്തെ വാസ്കോഡ ഗാമ എന്ന് വിളിച്ചു. ആക്ച്വലി നമ്മുടെ ഗോവയുടെ ഏറ്റവും വലിയ നഗരം എന്ന് പറയുന്നത് വാസ്കോഡ ഗാമയാണ്. അപ്പൊ ഈ കാര്യം മറക്കരുത്. വാസ്കോഡ ഗാമ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗോവയിലെ ഏറ്റവും വലിയ നഗരം. ഇനി ഇത് സുവാരി നദിയുടെ തീരത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. സുവാരി നദി. ഇവിടെ ഗോവയിലെ രണ്ട് പ്രധാനപ്പെട്ട നദിയാണ് സുവാരിയും മണ്ടോവിയും. നമ്മൾ നദികൾ വരുന്ന സമയത്ത് അത് പറയും. ഇത് സുവാരി നദീതീരത്താണ് നമ്മുടെ വാസ്കോഡ ഗാമ സ്ഥിതി ചെയ്യുന്നത്. സുവാരി റിവർ ആണ്. സുവാരി റിവർ. സുവാരി നദിയുടെ തീരത്തായിട്ടാണ് നമ്മുടെ വാസ്കോഡ ഗാമ എന്ന ഗോവയിലെ ഏറ്റവും വലിയ നഗരം സ്ഥിതി ചെയ്യുന്നത്. വാസ്കോഡ ഗാമ റെയിൽവേ സ്റ്റേഷന്റെ ആ ഒരു പിക്ചറൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വാസ്കോഡയുമായി ബന്ധപ്പെട്ട് ഗോവ ഷിപ്പ്യാർഡ് സ്ഥിതി ചെയ്യുന്നത്, നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഒക്കെ പോലെ ഗോവ ഷിപ്പ്യാർഡ് സ്ഥിതി ചെയ്യുന്നതും വാസ്കോഡ ഗാമയിലാണ്. അപ്പോ പണ്ട് എന്താണ് വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയത് എവിടെയാണെന്ന് ആലോചിച്ചാൽ മതി. ഷിപ്പ്യാർഡ്, ഗോവ കാപ്പാടല്ലേ കപ്പലിറങ്ങിയത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഗോവ ഷിപ്പ്യാർഡ് സ്ഥിതി ചെയ്യുന്നത് വാസ്കോഡ ഗാമയിലാണെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. കപ്പല് വാസ്കോഡ ഗാമ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ വാസ്കോഡ ഗാമയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും പോയിന്റ്സുകൾ ഉണ്ട്. ഇനി നമ്മൾ പോകുന്നത് മർമഗാവിലേക്കാണ്. മർമഗാവ്. എനിവേ ഞാൻ വാസ്കോഡ ഗാമ പിക്ചറിൽ കാണിച്ചു തരാം. ഇതേ പഞ്ചിമിന്റെയും മർമഗോവിന്റെയും ഒക്കെ അടുത്ത് തന്നെ നമുക്ക് വാസ്കോഡ ഗാമ കാണാൻ പറ്റും. ഇതേ കണ്ടില്ലേ, അറബിക്കടലുമായിട്ട് ഇതിന് കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണ് ഷിപ്പ്യാർഡ് നമുക്ക് ഇവിടെ കാണുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത സ്ഥലം എന്ന് പറയുന്നത് മർമുഗാവ് ആണ്. മർമഗോവ, മർമുഗാവ് എന്നൊക്കെ പറയും. അപ്പൊ മർമഗാവ് എല്ലാവർക്കും അറിയാം.
നമ്മുടെ ഇന്ത്യയുടെ പ്രധാന പോർട്ടുകളിലൊന്ന്, പടിഞ്ഞാറൻ തീരത്തുള്ള പശ്ചിമ തീരത്തുള്ള പ്രധാന പോർട്ടുകളിലൊന്ന് ഗോവയിലാണ്. പ്രധാന പോർട്ട് എന്ന് പറഞ്ഞാൽ മേജർ പോർട്ട് എന്ന് വെച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഗവൺമെന്റ് പോർട്ട്. അപ്പോ മർമഗാവോലാണ് നമ്മുടെ പ്രധാനപ്പെട്ട പോർട്ടായിട്ടുള്ള മർമുഗാവോ പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. മർമുഗാവോ പോർട്ട് അഥവാ മർമുഗാവോ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ആ ഒരു തുറമുഖത്തിന്റെ പിക്ചർ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ ഈ മർമഗാവോ എന്ന് പറയുന്നത് ഒരു മേജർ പോർട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഗോവയില് അരിച്ചെടുക്കുന്ന ഇരുമ്പയിരൊക്കെ ഏറ്റവും കൂടുതൽ ഖനനം ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഗോവ. ഗോവയുടെ പശ്ചിമഘട്ടത്തിന്റെ ഭാഗത്ത് ഒരുപാട് ഇരുമ്പയിരുണ്ട്. ഈ ഇരുമ്പയിര് കയറ്റുമതി പല സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് ഇരുമ്പ്, കൽക്കരിയൊക്കെ നമ്മുടെ ഒരു ഭാഗത്തുനിന്ന് കുഴിച്ചെടുത്തു കഴിഞ്ഞാൽ കയറ്റുമതി ചെയ്യുന്നത് കപ്പലുകളിലായിരിക്കും. അപ്പൊ ഈ കപ്പലിന്റെ പ്രധാനപ്പെട്ട തുറമുഖം നമ്മൾ ഓൾറെഡി പഠിച്ചു, മർമഗാവ് ആണ്. അപ്പൊ ഇരുമ്പയിര് കയറ്റുമതിക്ക് പ്രധാനപ്പെട്ട നഗരം അറിയപ്പെടുന്ന നഗരം എന്ന് പറയുന്നത് ഗോവയിലെ മർമുഗാവോ തന്നെയാണ്. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഇനി മർമുഗാവോ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഗോവയുടെ വാണിജ്യ തലസ്ഥാനമാണ്. എന്താണ്? വാണിജ്യ തലസ്ഥാനം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ട്രേഡ്, വാണിജ്യം നടക്കുന്നത് ഇവിടെയാണ്. കാരണം തുറമുഖം ഇവിടെയാണ്. എപ്പോഴും ഒരു സംസ്ഥാനം നിങ്ങൾ ശ്രദ്ധിക്കുക, വാണിജ്യ തലസ്ഥാനം പ്രധാനപ്പെട്ട ഒരു നഗരമായിരിക്കും. രണ്ടാമത്തെ കാര്യം, അവിടെ തുറമുഖങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ ഈ കാര്യം മറക്കരുത്. എല്ലാ കേസിലും അല്ല, മോസ്റ്റ്ലി ലോജിക്ക് മാക്സിമം പഠിക്കുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ വാണിജ്യ തലസ്ഥാനവും നമ്മൾ പഠിച്ചു, മർമഗാവ്. ഈ 3 സിറ്റീസേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. പനജിയാണ് നമ്മുടെ തലസ്ഥാനം, വെള്ളപ്പൊക്കമില്ലാത്ത നാട്. ഇനി ഫസ്റ്റ് മെഡിക്കൽ സ്കൂൾ ഇന്ത്യയുടെ ഇവിടെയാണ്. പിന്നെ നമ്മൾ പഠിച്ചത് വാസ്കോഡ ഗാമയാണ്. ഗോവയിലെ ഏറ്റവും വലിയ നഗരമാണിത്. ഇനി സുവാരി നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഗോവ ഷിപ്പ് യാർഡ് ഇവിടെയാണ്. ഓക്കെ. പിന്നെ നമ്മൾ പഠിച്ച മർമഗാവയാണ്. ഇവിടെ തുറമുഖമുണ്ട്, അതുകൊണ്ട് ഇരുമ്പയിരി ഒക്കെ കയറ്റുമതി ചെയ്യാൻ പറ്റും. വാണിജ്യ തലസ്ഥാനം ഇത് തന്നെയാണ്, കാരണം വ്യവസായം ഒരുപാട് നടത്താൻ പറ്റും തുറമുഖം ഉള്ളതുകൊണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട നദികളാണ്. ഇപ്പൊ നിങ്ങൾക്ക് പിക്ചറിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഏറ്റവും പ്രധാനപ്പെട്ട 2 നദികളാണ് ഞാൻ രേഖപ്പെടുത്തുന്നത്. ഒന്ന് ഈ നദിയാണ്. ഇതാണ് കുറച്ചു നേരത്തെ നമ്മൾ സുവാരി നദി പഠിച്ചത്. സുവാരി നദിയുടെ കരയിലായിട്ട് ഒരു നഗരവും നമ്മൾ പറഞ്ഞു. ആരായിരുന്നു ആ നഗരം? വാസ്കോഡ ഗാമ അല്ലെ? വാസ്കോഡ ഗാമ നമുക്ക് ഈ സുവാരി നദിയുടെ കരയിലായിരുന്നു എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വാസ്കോഡ ഗാമ സ്ഥിതി ചെയ്യുന്നത് സുവാരി നദിയുടെ കരയിലായിട്ടാണ്. അപ്പൊ ഇതാണ് സുവാരി നദി. ഒരു കാരണവശാലും പേര് മറക്കരുത്, സുവാരി റിവർ. അതായത് ഗോവയിൽ 2 പ്രധാനപ്പെട്ട റിവേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ പേര് നിർബന്ധമായി പഠിക്കണം. എപ്പോഴും ചോദിക്കുന്നതാണ്, കാരണം ഇത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ്. പൊതുവെ ഇന്ത്യയിൽ പടിഞ്ഞാറോട്ടേക്ക് ഒഴുകുന്ന നദികൾ വളരെ കുറവാണ്. നർമ്മദയും തപിയും കേരളത്തിലെ പെരിയാറും കുറച്ച് നദികളേ ഉള്ളൂ. അപ്പൊ ഗോവയിലെ 2 നദികൾ പഠിക്കുക, സുവാരിയും മണ്ടോവിയും. അപ്പൊ രണ്ടാമത്തവനാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ മന്ദോവി. മഹാദായി എന്നൊക്കെയാണ് ഇതിന്റെ പേര്. ശരിക്കും മണ്ടോവി എന്നാണ് പൊതുവെ നമ്മൾ വിളിക്കുന്നത്. മണ്ടോവി എന്ന് പറയുന്നത് നോക്കിക്കോ, ഇതാണ് നമ്മുടെ മണ്ടോവി നദി. കർണാടകയിലൂടെ ഒഴുകി വന്ന് നേരെ ഗോവയിലേക്ക് കയറി. ഇപ്പുറം കർണാടകയാണ്. ഓക്കെ, ഇവിടെ കർണാടകയാണ്. കർണാടകയിൽ നിന്ന് ഒഴുകി വന്ന് നേരെ ഗോവയിലേക്ക് കയറി ഇത് ഇങ്ങനെ നമ്മുടെ സുവാരിക്ക് പാരലായിട്ട് ഒഴുകിയിട്ട് അറബിക്കടലിൽ പോയി പതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ മണ്ടോവി നദിയാണ് രണ്ടാമത്തെ നദി എന്ന് പറയുന്നത്. ഇനി സുവാരി നദിയിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, വാസ്കോഡ ഗാമ നഗരം ഇവിടെയാണ്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വീണ്ടും നോക്കുന്നില്ല. മണ്ടോവിയിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഒന്ന്, മണ്ടോവിയാണ് ഗോവയുടെ ജീവരേഖ എന്ന് വിളിക്കുന്നത്. എന്താണ്? ഗോവയുടെ ലൈഫ് ലൈൻ ഓഫ് ഗോവ, ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഇതാണ്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദൂധസാഗർ വാട്ടർഫോൾ അല്ലെ? ദൂധസാഗർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നു. നിങ്ങൾ ചെന്നൈ എക്സ്പ്രസ് സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവും. ആ സിനിമയിലൊക്കെ നിങ്ങൾ ദൂധസാഗർ വാട്ടർഫോൾസ് കണ്ടിട്ടുണ്ടാവും. അതിമനോഹരമായിട്ടുള്ള വാട്ടർഫോൾ. ഷാറൂഖ് ഖാനും ദീപിക പദുക്കോണും അവിടെ വന്ന് ഇറങ്ങുന്നു അല്ലെ? ആ ഒരു സീൻ കണ്ടിട്ടുണ്ടാവും. അവിടെ വളരെ ഭംഗിയുള്ള ഒരു വാട്ടർഫോൾ കണ്ടിട്ടുണ്ടാവും. അതാണ് ദൂധസാഗർ വാട്ടർഫോൾ. ദൂധസാഗർ വാട്ടർഫോൾ ഏത് നദിയിലാണ്? മണ്ടോവി നദിയിലാണ്. ആക്ച്വലി മണ്ടോവി നദി ഉണ്ടാക്കുന്ന ഒരു മാജിക് ആണ് ദൂധസാഗർ. ഇത് നോക്ക്, ഞാൻ നിങ്ങൾക്ക് പിക്ചർ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ദൂധസാഗർ വാട്ടർഫോൾ. ഒരു തവണയെങ്കിലും നിങ്ങൾ പോയിരിക്കേണ്ട ഗോവയിലെ ഒരു സ്ഥലമാണ്. കർണാടക ബോർഡറിലായിട്ടാണ് വരുന്നത്. ഏതാണ് ഈ നദി? ഈ കാണുന്ന നദി ഏതാണ്?
യെസ്, മണ്ഡോവി നദിയാണ്. കണ്ടില്ലേ, ഈ ദൂദ്സാഗർ വെള്ളച്ചാട്ടത്തിന് കുറുകെയായിട്ടാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഈ ഒരു പാത പണിതിരിക്കുന്നത്. ഈ വെള്ളച്ചാട്ടം ഇതിനടിയിലൂടെ ഇങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അപ്പോ ദൂദ്സാഗർ മറന്നു പോകരുത്. ദൂദ്സാഗർ സ്ഥിതി ചെയ്യുന്നത് ഗോവ ആണ്. ഏത് നദിയിലാണ്? മണ്ഡോവി നദിയിലാണ്. മണ്ഡോവി നദിയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മറക്കരുതേ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത പോയിന്റിലേക്ക് പോകാം. അപ്പൊ നദികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു കാര്യങ്ങൾ മാത്രമാണ്. മണ്ഡോവിയിൽ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യാണ്. അഞ്ജുന അഞ്ജുനം ഡാം സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? അതായത് നമ്മുടെ ഗോവയിലുള്ള ആകെ ഒരു പ്രധാനപ്പെട്ട ഡാമാണ് അഞ്ജുനം ഡാം. അഞ്ജുനം ഡാമും സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ എവിടെയാണ്? ഈ പറഞ്ഞ നമ്മുടെ മണ്ഡോവി നദിയിലായിട്ടാണ്. ഇതൊരു തടാകം കൂടിയാണ്. ഡാമിന്റെ റിസർവോയർ ഒരു തടാകമായിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ ഇതൊരു തടാകം കൂടിയാണ് അഞ്ജുനം ഡാം. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. നദികൾ കഴിഞ്ഞു, ഇനി നമുക്ക് തടാകങ്ങളാണ് പറയാനുള്ളത്. തടാകം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അഞ്ജുനം. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ അഞ്ജുനം ഡാം വരുന്നത്. ഇവിടെ ആയിട്ടാണ്, നിങ്ങൾക്ക് ഈ പിക്ചറിൽ അങ്ങനെ കാണാൻ പറ്റില്ലെങ്കിലും ഇവിടെ ആയിട്ടാണ് അഞ്ജുനം ഡാം വരുന്നത്. ഈ അഞ്ജുനം ഡാം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട തടാകം എന്ന് പറയുന്നത്. അപ്പോ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, അഞ്ജുനം അഞ്ജുനം ഡാം ആണ്. അഞ്ജുനം ഡാം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട തടാകം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ പിടിച്ചാൽ മതി. ഇനി പർവ്വതങ്ങളിലേക്ക് പോവാം. പർവ്വതങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം, ഗോവയുടെ കിഴക്ക് ഭാഗത്തൊട്ടാകെ നമുക്ക് എന്ത് കാണാൻ പറ്റും? സ്വാഭാവികമായിട്ടും നമ്മൾ പശ്ചിമഘട്ട മലനിരകൾ നമുക്ക് ഇത് ഇങ്ങനെ കടന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മൾ ഒരൊറ്റ കാര്യമേ പഠിക്കേണ്ടു. ഗോവയിൽ പശ്ചിമഘട്ടത്തിനെ വിളിക്കുന്ന പേരാണ് സഹ്യാദ്രി. എന്താ വിളിക്കുക? സഹ്യാദ്രി. ഇത് ഗോവയിൽ മാത്രമല്ല, മഹാരാഷ്ട്രയിലാണെങ്കിലും ഇതിനെ വിളിക്കുന്ന പേര് സഹ്യാദ്രി എന്നാണ്. സ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർപ്പം, പാമ്പ് എന്നാണ് അർത്ഥം, അല്ലെ? സ എന്ന് വെച്ച് കഴിഞ്ഞാല് പാമ്പ്. ഇനി അഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷം എന്നാണ് അർത്ഥം, അല്ലെ? ഇനി അദ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ പർവ്വതം എന്നാണ് വിളിക്കുന്നത്, പർവ്വതം എന്നാണ് അർത്ഥം. ഇനി പറയൂ, സഹ്യാദ്രി എന്താണ്? വിഷമുള്ള പാമ്പുകൾ നിറഞ്ഞ പർവ്വതം, കുന്നുകൾ എന്നാണ് ഇതിന്റെ അർത്ഥം, സഹ്യാദ്രി. സെറ്റ് അല്ലേ? അപ്പോ നമുക്ക് മഹാരാഷ്ട്രയില് ഗോവയിലായിട്ട് കാണപ്പെടുന്നത് മെയിൻലി എന്താണ്? സഹ്യാദ്രി പർവ്വതമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ പർവ്വതം നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ അവസാനത്തെ ഭാഗത്തേക്ക് പോവുകയാണ്, അതായത് വനം, സംരക്ഷിത മേഖലകളിലേക്ക് പോവുകയാണ്. നമ്മൾ ഗോവ എന്ന് വിചാരിക്കുമ്പോൾ ചെറിയൊരു സംസ്ഥാനമാണ്, ബീച്ചുകൾ മാത്രമേ ഉള്ളൂ, നമ്മൾ ബീച്ചുകൾ മാത്രമേ ഗോവയിൽ പൊതുവെ പോയിട്ട് കാണാറുള്ളൂ, അല്ലെ? അങ്ങനെയല്ല. ഗോവയുടെ കിഴക്ക് പോയി കഴിഞ്ഞാൽ മുഴുവൻ വനപ്രദേശങ്ങളാണ്, പശ്ചിമഘട്ടം, സഹ്യാദ്രിയുടെ ഭാഗങ്ങളാണ്. ഒരുപാട് വന്യജീവികളെയും വന്യജീവി സങ്കേതങ്ങളും ഒക്കെ കാണുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഗോവ, ഈ ഒരു സ്ഥലം. ഈ ദൂദ്സാഗർ വെള്ളച്ചാട്ടം പോലും സ്ഥിതി ചെയ്യുന്നത് ഒരു വന്യജീവി സങ്കേതത്തിന് ഉള്ളിലായിട്ടാണ്, കൊല്ലം നാഷണൽ പാർക്കിന് ഉള്ളിലായിട്ടാണ് ഈ ഒരു ദൂദ്സാഗർ വെള്ളച്ചാട്ടം പോലും സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എഴുതുന്നത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതം, ഏതെങ്കിലും പക്ഷി സങ്കേതം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നാണ്. ആദ്യം ഗോവ എന്ന് കേൾക്കുമ്പോൾ ആദ്യം നിങ്ങൾ എഴുതുന്നത് ഡോക്ടർ സലീം അലി ബേർഡ് സാങ്ച്വറി ആണ്, എന്ന് വെച്ചാൽ പക്ഷി സങ്കേതമാണ്. സലീം അലി ബേർഡ് സാങ്ച്വറി, നമ്മുടെ ഇന്ത്യയുടെ ഓർണിത്തോളജിസ്റ്റ് ഓഫ് ഇന്ത്യ, ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ സലീം അലിയുടെ സ്മരണാർത്ഥം നമുക്ക് രണ്ട് പക്ഷി സങ്കേതങ്ങൾ ഇന്ത്യയിൽ കാണാൻ പറ്റും. ഒന്ന് തീർച്ചയായും കേരളത്തിലെ തട്ടേക്കാടാണ്, രണ്ട് ഗോവയിലെ ഡോക്ടർ സലീം അലി ബേർഡ് സാങ്ച്വറി ആണ്. അപ്പോൾ തട്ടേക്കാടും ഒരു പക്ഷി സങ്കേതം ഡോക്ടർ സലീം അലിയാണ്. ഇനി ഗോവയിലും ഇതേപോലുള്ള മറ്റൊരു ദേശീയ പക്ഷി സങ്കേതമുണ്ട്, ഡോക്ടർ സലീം അലി ബേർഡ് സാങ്ച്വറി. അപ്പൊ ഈ കാര്യം മറക്കരുത്. ഇതല്ലാതെ ഭഗവാൻ മഹാവീർ വൈൽഡ് ലൈഫ് സാങ്ച്വറി നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഭഗവാൻ മഹാവീർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, വന്യജീവി സങ്കേതം. ഓക്കെ, വൈൽഡ് ലൈഫ് സാങ്ച്വറി അഥവാ വന്യജീവി സങ്കേതവും നമുക്ക് കാണുന്നത് ഗോവയിലാണ്. ഈ കാര്യം മറക്കരുത്, മഹാവീർ വന്യജീവി സങ്കേതം. ഇതല്ലാതെ നേത്രാവതി നമുക്ക് കർണാടകയിലാണ്. ഇത് നേത്രാവതി വന്യജീവി സങ്കേതം, വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇവിടെയാണ്. മറ്റൊരു മാതേയി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. മാതേയി മഹാദായി ആണ്. മഹാദായി എന്ന് വെച്ചാൽ
മണ്ഡോവി നദി. മണ്ഡോവി നദിയെ തന്നെയാണ് നമ്മൾ മഹാദായി എന്ന് പറയുന്നത്. അപ്പൊ മാതേയ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മണ്ഡോവി നദിയുടെ കരയിലായിട്ട് കാണുന്ന വന്യജീവി സങ്കേതമാണ് മാതേയ് വൈൽഡ് ലൈഫ് സാങ്ച്വറി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഗോവയിലായിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്താലോ? ദേ ഡോക്ടർ സലീം അലി ബേർഡ് സാങ്ച്വറി കണ്ടല്ലോ. ഡോക്ടർ സലീം അലി ബേർഡ് സാങ്ച്വറി. ദേ നോക്കിയ മാതേയ് വന്യജീവി സങ്കേതം കണ്ടല്ലോ. മാതേയ് ഇതൊരു കടുവാ സങ്കേതം കൂടിയാണ് എന്നാണ് ഈ മാപ്പ് പറയുന്നത്. ഇനി ഭഗവാൻ മഹാവീർ വൈൽഡ് ലൈഫ് സാങ്ച്വറി നിങ്ങൾക്ക് ഇവിടെ കാണാലോ. ഭഗവാൻ മഹാവീർ വൈൽഡ് ലൈഫ് സാങ്ച്വറി. നേത്രാവലി വൈൽഡ് ലൈഫ് സാങ്ച്വറി നമുക്ക് ഇവിടെ കാണാലോ. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ട് എക്സാമിന് നമുക്ക് എപ്പോഴും ചോദിക്കുന്ന വന്യജീവി സങ്കേതങ്ങളും അല്ലെങ്കിൽ പക്ഷി സങ്കേതം എന്ന് പറയും. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ മറക്കരുത്. ഇനി നമ്മൾ അടുത്ത ഏരിയയിലേക്ക് പോവാണ്. യെസ്, ഇപ്പൊ ഗോവയിലുള്ള ഡോക്ടർ സലീം അലി ബേർഡ് സാങ്ച്വറി ആണ് നിങ്ങൾ ഈ കാണുന്നത്. നമുക്ക് കണ്ടൽ വനത്തിലൂടെ കിലോമീറ്ററുകളോളം ഇങ്ങനെ നടന്നു പോകാൻ പറ്റും. വളരെ രസകരമായിട്ടുള്ള ഒരു പക്ഷി സങ്കേതം തന്നെയാണിത്. നമുക്ക് ഒരുപാട് ദൂരം ഇങ്ങനെ കണ്ടൽക്കാടിന് ഇടയിലൂടെ ഇതുപോലുള്ള പാത്തുകളിലൂടെ നമുക്ക് നടന്നു പോകാനൊക്കെ പറ്റും. അപ്പൊ ഗോവ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളും കൂടി കണക്കിലെടുക്കുക. ബാഗ ബീച്ചും അഞ്ജുന ബീച്ചും അതുപോലെ അഗോഡ ഫോർട്ടോ അല്ലാതെ ഈ സ്ഥലങ്ങൾ കൂടി നിങ്ങൾ വിസിറ്റ് ചെയ്യുക. ഓക്കെ, ഇതല്ലാതെ ഭഗവാൻ മഹാവീർ വൈൽഡ് ലൈഫ് സാങ്ച്വറി നമുക്ക് ഗോവയിൽ കാണാൻ പറ്റും. മൊത്തം വനപ്രദേശങ്ങളാണ്. സോ ഒരുപാട് വന്യജീവികളെ കാണുന്ന മറ്റൊരു വന്യജീവി സങ്കേതമാണിത്. ഇനി നമ്മൾ പോകുന്നത് സ്പെഷ്യൽ ആയിട്ട് ഗോവയിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഗോവയിൽ സ്പെഷ്യൽ എന്താ? എല്ലാവർക്കും അറിയാം അല്ലെ, ഫെനിയാണ് അല്ലെ. യെസ്, ഇപ്പൊ ഗോവയിലെ ഏറ്റവും എന്താണ് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പാനീയം എന്താണ്? ഔദ്യോഗിക പാനീയം എന്ന് പറയുന്നത്, ഗോവയുടെ ഔദ്യോഗിക പാനീയം എന്ന് പറയുന്നത് ഫെനിയാണ്. എല്ലാവർക്കും അറിയാം, ഗോവയിൽ പോയി കഴിഞ്ഞാൽ ഫെനി തപ്പി നമ്മൾ നടക്കും അല്ലെ. ഇപ്പൊ ഫെനി എന്ന് പറയുന്നതാണ് ഗോവയുടെ ഔദ്യോഗിക പാനീയം. ഇതിന് പ്രത്യേകതയുണ്ട്. കാഷ്യൂ ഏറ്റവും കൂടുതൽ നമ്മുടെ കശുവണ്ടി ഉണ്ടാക്കുന്ന നാടാണ് മഹാരാഷ്ട്രയും ഗോവയും കർണാടകയൊക്കെ. ഈ കാഷ്യൂയിൽ നിന്നുണ്ടാക്കുന്ന ബേസിക്കലി എന്താണ്? ഒരു ആൽക്കഹോൾ ഡ്രിങ്ക് ആണ് നമ്മുടെ ഫെനി എന്ന് പറയുന്നത്. സോ ഇതാണ് ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് ഗോവയുടെ. ഇനി അടുത്ത കാര്യം ഇവിടുത്തെ ഭാഷയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെയുള്ള ആൾക്കാരെ കൊങ്കിണികൾ എന്നാണ് പറയാ. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഭാഷ, ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് കൊങ്കിണിയാണ്. കൊങ്കൺ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, മറക്കരുത്. ഇനി ഇവിടുത്തെ പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്, എല്ലാ ഫെസ്റ്റിവലുകളും നോർത്ത് ഇന്ത്യൻ ഫെസ്റ്റിവലും ഇവിടെ ആഘോഷിക്കും. രാംലീലയാണ് മധ്യപ്രദേശിലും യു പിയിലൊക്കെ നമ്മൾ കണ്ട രാംലീല തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ ആഘോഷം എന്ന് പറയുന്നത്. ഇനി ഇതല്ലാതെ ആദ്യമായിട്ട് ഏകീകൃത, നമുക്കറിയാം ഇപ്പൊ ന്യൂസിലൊക്കെ വരുന്നതാണ് ഏകീകൃത സിവിൽ കോഡിന്റെ ക്വസ്റ്റ്യൻസുകൾ അല്ലെ. നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കുന്ന വാർത്തയാണ്. ഒരുപാട് പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവന്ന സംസ്ഥാനം, ഇന്ത്യയിൽ കൊണ്ടുവന്ന സംസ്ഥാനം, ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവന്ന സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ ഗോവയാണ്. ഈ കാര്യം മറക്കരുത്. അപ്പൊ ഇത്രയും പോയിന്റ്സ് മറക്കരുത്. ഫെനി മറക്കരുത്. കാഷ്യൂ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ കശുവണ്ടി കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. കശുവണ്ടി ഏറ്റവും കൂടുതൽ ഇവിടെ കാണാൻ എന്താ കാരണം? ഇവിടെ കശുവണ്ടിയെ നമ്മൾ എന്താ വിളിക്കുക? പറങ്കിയണ്ടി എന്നല്ലേ വിളിക്കുക. പറങ്കികൾ കൊണ്ടുവന്ന ഫ്രൂട്ട് അല്ലേ. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ പറങ്കിയണ്ടി എന്നാണ് വിളിക്കുക. പോർച്ചുഗീസുകാർ ഏറ്റവും കൂടുതൽ ഉണ്ടായത് എവിടെയാ? ഗോവയിലല്ലേ. വാസ്കോഡ ഗാമ എവിടെയാ? ഗോവയിലല്ലേ. കാഷ്യൂ, ഫെനി. കിട്ടിയില്ലേ? സെറ്റ് അല്ലേ? അടുത്ത ഏരിയയിലേക്ക് നമ്മൾ പോവാണ്. കോളനിവൽക്കരണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം കോളനിവൽക്കരണം നടന്നത് ഗോവയിലാണ്. ഇന്ത്യയില് ഏറ്റവും കൂടുതൽ കാലം അതെന്തുകൊണ്ടാ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഇന്ത്യയിൽ ആദ്യം എത്തിയ വിദേശ ശക്തി എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരാണ്. ഏറ്റവും അവസാനം VK കൃഷ്ണമേന അടിച്ചോടിച്ചു ഓപ്പറേഷൻ വിജയിലൂടെ അവസാനം 1961 പോയതും പോർച്ചുഗീസുകാരാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ കോളനിവൽക്കരണം നേരിട്ട പ്രദേശം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏത് സംസ്ഥാന? ഗോവയാണ്. അപ്പൊ അതും നിങ്ങൾക്ക് എക്സാമിന് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യവസായം ഏതാണെന്ന് നമ്മൾ പറഞ്ഞു? ടൂറിസം ആണ്. ടൂറിസം ഇവിടെ നന്നായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടെയുള്ള ആൾക്കാരുടെ പ്രതിശീർഷ വരുമാനം, പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്, പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പ്രതിശീർഷ വരുമാനം ഏറ്റവും കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ സംസ്ഥാനത്തില് ദാരിദ്ര്യം എന്താണ്?
വളരെ കുറവാണ്. അപ്പൊ ഇന്ത്യയില് ഏറ്റവും കൂടുതൽ പ്രതിശീർഷ വർഷം വരുമാനമുള്ള സ്ഥലമാണിത്. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനമാണ് ഗോവ. ഈ രണ്ട് കാര്യങ്ങളും സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്ത് പഠിച്ചുകൂടെ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്ത പോയിന്റ്, അടുത്തത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നമുക്ക് അന്റാർട്ടിക്കയില് ദക്ഷിണ ഗംഗോത്രി, മൈത്രി എന്നൊക്കെ പേരിൽ അന്റാർട്ടിക്കയില് ദക്ഷിണ ഗംഗോത്രി, മൈത്രി എന്നൊക്കെ പേരിൽ നമുക്ക് ഗവേഷണ കേന്ദ്രങ്ങളുണ്ട് അല്ലെ? ആ മൈത്രിയിലേക്ക് ആദ്യമായിട്ട് എക്സ്പെഡിഷൻ നടത്തിയത് ഗോവയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അന്റാർട്ടിക്കയിലെ പോസ്റ്റ് ഓഫീസ്, ഗംഗോത്രിയിലായിട്ട് ദക്ഷിണ ഗംഗോത്രിയിലും മൈത്രിയിലുള്ള പോസ്റ്റ് ഓഫീസ് ഏത് പോസ്റ്റൽ ഡിവിഷന്റെ കീഴിലാണ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോവ പോസ്റ്റൽ ഡിവിഷന്റെ കീഴിൽ ആണ് അന്റാർട്ടിക്കയിലെ പോസ്റ്റ് ഓഫീസ് വരുന്നത്. അപ്പൊ അത് വളരെ രസകരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ അന്റാർട്ടിക്കയിലെ പോസ്റ്റ് ഓഫീസ് വരുന്നത് നമ്മുടെ ഗോവൻ പോസ്റ്റൽ ഡിവിഷന്റെ കീഴിലായിട്ടാണ്. ഈ കാര്യം ഒരു കാരണവശാലും മറക്കരുത്. ഇനി അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം അല്ലെ? അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം നമുക്ക് നടന്നത് നമ്മുടെ ഗോവയിൽ വെച്ചാണ്. അപ്പൊ ഈ കാര്യം മറക്കരുത്. ഇതും എപ്പോഴും എക്സാമിന് വരുന്നതാണ്. കറണ്ട് അഫയേഴ്സിന് എപ്പോഴും ചോദ്യം ചോദിക്കും. അപ്പൊ ഈ കാര്യം മറക്കരുത്. അന്താരാഷ്ട്ര ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടന്നത് ഇവിടെയാണ്. ഇനി അടുത്തത്, ഇന്ത്യയില് ഏറ്റവും കുറവ് ഏറ്റവും കുറവ് റോഡ് ദൈർഘ്യം ഏത് റോഡിന്റെ ദൈർഘ്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? NH, ദേശീയപാത ഏറ്റവും കുറവ് ദൈർഘ്യം അല്ലെ? റോഡ് ദൈർഘ്യം എന്ന് വെച്ചാൽ ദേശീയപാതയുടെ ദൈർഘ്യം ഏറ്റവും കുറവ് കാണുന്നത് ഗോവയിലാണ്. കൂടുതൽ കാണുന്നത് എവിടെയാണോ? റോഡ് ഏറ്റവും കൂടുതൽ കാണുന്നത് എവിടെയാ? മഹാരാഷ്ട്രയാണ്. മറക്കരുത്, മഹാരാഷ്ട്രയിലാണ് റോഡ് ദൈർഘ്യം ഏറ്റവും കൂടുതൽ കാണുന്നത്. അതേസമയം ഏറ്റവും കൂടുതൽ റോഡ് സാന്ദ്രത കാണുന്നത് എവിടെയാ ഇന്ത്യയില്? കേരളത്തിലാണ്. അപ്പൊ ഈ കാര്യം മറക്കരുത്. NH ഏറ്റവും കൂടുതൽ കാണുന്ന മഹാരാഷ്ട്രയിലാണ്. കുറവ് ദൈർഘ്യം കാണുന്നത് എവിടെയാണ്? ഗോവയിലാണ്. ദേശീയപാത ഏറ്റവും കുറവ്. ചെറിയ സംസ്ഥാനമല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ വളരെ കുറച്ച് മാത്രമേ എന്ത് മാത്രമേ ഉള്ളൂ? NH ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗോവയിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഗോവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള. ഇതല്ലാതെ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് അറിയാമോ? എന്നാൽ എത്രയും പെട്ടെന്ന് കമന്റ് ബോക്സിൽ ചാമ്പിക്കും. അപ്പൊ ബാക്കിയുള്ളവർ കൂടി പഠിക്കട്ടെ. സോ താങ്ക് യു സോ മച്ച്. അപ്പൊ അടുത്ത സെഷനിൽ മറ്റൊരു 11ാമത്തെ സംസ്ഥാനമായിട്ട് കാണാം. എല്ലാവരും ഈ മാപ്പിംഗ് സീരീസ് മുഴുവനായിട്ട് കണ്ടു തീർക്കുക. ഇന്ത്യൻ ജോഗ്രഫിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടും. ഒരു ദിവസം നിങ്ങൾ ഒരു 30 മിനിറ്റ്സോ അല്ലെങ്കിൽ 45 മിനിറ്റ്സ് ഒക്കെ ഇതിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യണ്ടു. അതുകൊണ്ട് മാക്സിമം ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക, കുട്ടികൾക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ കമന്റ് ഒക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.